ഏപ്രിൽ 28 രാവിലെ പാപ്പ വത്തിക്കാനിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം വെനീസിലെത്തി. വെനീസിലെ അന്താരാഷ്ട്ര കലാപ്രദർശനത്തിൽ പങ്കെടുക്കുന്ന കലാകാരന്മാരുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തി. ഫ്രാൻസിസ് പാപ്പയുടെ പ്രഥമ വെനീസ് സന്ദർശനമായിരുന്നു ഇത്. തുടർന്ന് പാപ്പ ആരോഗ്യനാഥയുടെ ബസിലിക്കയിൽ എത്തുകയും ബസിലിക്ക അങ്കണത്തിൽ വെച്ച് യുവജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അതിനുശേഷം പാപ്പ വെനീസിലെ വിഖ്യാതമായ വിശുദ്ധ മാർക്കോസിന്റെ നാമത്തിലുള്ള ബസിലിക്കയുടെ അങ്കണത്തിലെത്തുകയും അവിടെ ദിവ്യബലി അർപ്പിക്കുകയും വിശുദ്ധ കുർബാനയുടെ അവസാനം ബസിലിക്കയിലുള്ള വിശുദ്ധ മാർക്കോസിന്റെ തിരുശേഷിപ്പ് വണങ്ങുകയും ചെയ്തു. മെറ്റൽ ഡിറ്റക്ടറിന്റെ സഹായത്തോടെ ഗവേഷകൻ പോളണ്ടിൽ നിന്ന് കണ്ടെത്തിയത് നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള കുരിശ്. കിഴക്കൻ പോളണ്ടിലാണ് 17-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഉപയോഗിച്ചിരുന്നുവെന്ന് കണക്കാക്കപ്പെടുന്ന കുരിശ് കണ്ടെത്തിയത്. 17-ാം നൂറ്റാണ്ടിൽ റഷ്യൻ സഭയിൽ പിളർപ്പിന് ശേഷം ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിലുള്ള വിശ്വാസികൾ ഉപയോഗിച്ചിരുന്ന ഇനം കുരിശാണ് കണ്ടെത്തിയിട്ടുള്ളത്. വാർസോയിൽ നിന്ന് 100 മൈൽ അകലെ നടന്ന പരിശോധനയിലാണ് ചെമ്പ് നിർമ്മിതമായ കുരിശ് കണ്ടെത്തിയത്. ബൈബിളിൽ ക്രിസ്തുവിനെ കുരിശിൽ തറച്ചതായി വിശദമാക്കിയ അതേ രീതിയിലുള്ള കുരിശാണ് കണ്ടെത്തിയത്. 1 സെന്റിമീറ്ററോളം വീതിയാണ് ഈ കുരിശിനുള്ളത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ബ്രസീലിലെ ആദ്യ വിശുദ്ധ കുർബാന അർപ്പണത്തിന് 500 വർഷങ്ങൾക്ക് ശേഷം രാജ്യത്തെ കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണം ശ്രദ്ധ നേടുന്നു. കേവലം 500 വർഷങ്ങൾക്ക് ശേഷം ലോകത്തെ ഏറ്റവും വലിയ കത്തോലിക്ക ഭൂരിപക്ഷ രാജ്യമെന്ന ഖ്യാതി ബ്രസീലാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 1500 ഏപ്രിൽ 26 ബ്രസീലിലെ ആദ്യ ബലിയർപ്പണം. 180 ദശലക്ഷത്തിലധികം വിശ്വാസികളുള്ള ലോകത്ത് ഏറ്റവും കൂടുതൽ കത്തോലിക്കരുള്ള രാജ്യമാണ് ഇന്ന് ബ്രസീൽ. ഒന്നും മുമ്പത്തെ പോലെ ആകില്ലെന്നും ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്ന ഏറ്റവും ക്ലേശകരമായ പരീക്ഷണമാണ് ഈ യുദ്ധമെന്നും ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബറ്റിസ്റ്റ പിറ്റ്സബെല്ല. ഒക്ടോബർ 7 ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധം 200 ദിവസങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിലാണ് കർദിനാൾ പിറ്റ്സബെല്ല ഇപ്രകാരം പങ്കുവച്ചത്. യുദ്ധം തുടരുക എന്നതിലുപരി സ്വയം പുനർവിചിന്തനം നടത്തി യുദ്ധം ഒഴിവാക്കേണ്ടത് ആവശ്യമാണെന്നുകൂടി കർദിനാൾ വ്യക്തമാക്കി. ഹോളിവുഡിലും സംഗീത രംഗത്തും നേടിയ വിജയങ്ങളെക്കാളും യേശുവിനു വേണ്ടി ജീവിക്കുക മാത്രമാണ് തന്റെ ലക്ഷ്യമെന്ന തുറന്നു പറച്ചിലുമായി ഗ്രാമി അവാർഡ് ജേതാവായ സിംഗറും ഹോളിവുഡ് അഭിനേത്രിയുമായ തമേല മൻ. ഓവർകമ്മർ എന്ന തന്റെ പുതിയ സംഗീത ആൽബത്തിന്റെ റിലീസിന് മുന്നോടിയായി ക്രിസ്ത്യൻ പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിലാണ് NAACP അവാർഡ് ജേതാവും ഗാനരചയിതാവും നിർമ്മാതാവും കൂടിയായ തമേല തന്റെ ദൈവവിശ്വാസത്തെക്കുറിച്ച് പരാമർശം നടത്തിയത്.